ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശി'ത സഹല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ തജ്വീദ് എന്നുള്ള ശാസ്ത്രമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നതാണ് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ഇറക്കി തന്നതാണ് എന്ത് വിശുദ്ധ ഖുർആൻ. അപ്പൊ എന്തിനാണ് നമുക്കത് തന്നതെന്ന് വെച്ചാൽ നമ്മളത് പഠിച്ച് മനസ്സിലാക്കി അതിലുള്ള നിയമത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലുള്ളൊരു സിലബസ് ആണ് എന്ത് വിശുദ്ധ ഖുർആൻ. ഓക്കെ. അപ്പൊ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ പരിശുദ്ധിയുള്ളതാണ്. എന്ന് പറഞ്ഞാല് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് റമദാനിലാണെന്ന് പറയാം. അപ്പം മാസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് എന്ത് റമദാൻ മാസം. ഓക്കെ. അതേപോലെ തന്നെ ഖുർആൻ ഇറക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ച മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പം മലക്കുകളുടെ സയ്യിദാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്ത് കിട്ടിയത്? വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. ഇപ്പൊ റസൂലുകളില് ഏറ്റവും സയ്യിദാണ് ആര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഏറ്റവും ഹൈറായ രീതിയിൽ, ഏറ്റവും ശരിയായ രീതിയിൽ അതിനെ പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. ഓക്കെ. അപ്പൊ ഖുർആനില് ആദ്യമായിട്ട് അവതരിച്ച ആയത്ത് ഏതാണെന്ന് പറയാവോ? സുമയ ടീച്ചർ ആരെങ്കിലും പറയോ? ഹാൻഡ് റൈസ് ചെയ്ത് മ്യൂട്ട്. ഫസ്റ്റ് ആയ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അപ്പൊ ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നുള്ളതാണ്. വായിക്കുക. ഇഖ്റ ഒരു ഫിഅൽ-അംറാണ്, കൽപ്പനക്രിയയാണ്. എന്താണ് ഇഖ്റ? എന്തിനാ? നമ്മളോട് വായിക്കാനാണ്. അപ്പൊ വായിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് ഇറക്കപ്പെട്ടത്? ഖുർആനെ ഇറക്കപ്പെട്ടത്. ഖുർആന്റെ പാരായണവുമായിട്ട് ബന്ധപ്പെട്ട ഒരായുണ്ടല്ലോ, സൂറ മുസമ്മിലില്, പറയാവോ? വറത്തിലിൽ ഖുർആന തർത്തീല എന്നുള്ളതാണ് ടീച്ചറെ. വറത്തിലിൽ ഖുർആന തർത്തീല. എങ്ങനെയാണ് ഖുർആനെ പാരായണം ചെയ്യേണ്ടത് എന്നുള്ളൊരു ആയ. അപ്പൊ ഈ ഒരു ആയയെ അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, അക്ഷരങ്ങളെ നന്നാക്കി നിർത്തുന്നതിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ വഖഫിന്റെ അറിവ് ഉണ്ടായും കൊണ്ട് എന്ത് ചെയ്യുക? ഖുർആനെ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അക്ഷരങ്ങളെ നന്നാക്കി ഉച്ചരിക്കുക, വഖഫിന്റെ നിയമവും അറിയണം. ഓക്കെ. വഖഫിന്റെ നിയമങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഭാഷ അറിയാവുന്നവർക്കാണെങ്കിൽ മിസ്റ്റേക്ക് വരാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ ഭാഷ അറിയാത്ത ആളുകൾ വഖഫിന്റെ നിയമങ്ങൾ അറിയാതെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അല്ലെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റാത്തടത്തില് ഫുൾ സ്റ്റോപ്പ് ഇടുകയും ഒക്കെ ചെയ്തു. അപ്പൊ അങ്ങനെയാണ്. അതാണ് അലി റളിയല്ലാഹു അൻഹു ഖുർആനിലെ വറത്തിലിൽ ഖുർആന തർത്തീല എന്നുള്ള ആയയെ വിശദീകരിച്ച് പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമ്മള് തജ്വീദ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തജ്വീദ് എന്ന് പറഞ്ഞാല് തജ്വീദിന്റെ മീനിങ്, തജ്വീദ് ഒരു സയൻസ് ആണ്. സയൻസ് ഓഫ് സൗണ്ട്. സൗണ്ടിന്റെ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ സയൻസ് ആണ് എന്ത് തജ്വീദ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നന്നാക്കുക അല്ലെങ്കിൽ ഭംഗിയാക്കുക എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ എന്താണ് ഭംഗിയാക്കേണ്ടത്? വിശുദ്ധ ഖുർആനിലുള്ള അക്ഷരങ്ങളെയാണ് നമ്മൾ ഭംഗിയാക്കേണ്ടത്. അപ്പൊ അക്ഷരങ്ങൾ എങ്ങനെ ഭംഗിയാക്കി എങ്ങനെ ശരിയായ രീതിയിൽ ഉച്ചരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇത് പഠിക്കുന്നത്, തജ്വീദില് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ നന്നാക്കുക എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്,
ഓരോ അക്ഷരങ്ങളും ഉത്ഭവിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ഓരോ അക്ഷരങ്ങളും ഉത്ഭവിക്കുന്ന സ്ഥാനത്തെ മനസ്സിലാക്കി ഓരോ അക്ഷരങ്ങൾക്കും എന്തുണ്ട്, സിഫാത്തുകളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. അത് മനസ്സിലാക്കി അതേപോലെ തന്നെ തജ്വീദിന് നിയമങ്ങളുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളും അടങ്ങിയതാണ് എന്ത്, തജ്വീദിന്റെ പഠനം. ഓക്കെ. അപ്പോ തജ്വീദിന് 2 തരം ഇൽമുണ്ട്. ഒന്നെന്താണ്, തജ്വീദുൽ അമലി. തജ്വീദുൽ അമലി എന്ന് പറഞ്ഞാൽ എന്താണ്, തജ്വീദ് അനുസരിച്ച് ഖുർആനെ പാരായണം ചെയ്യലാണ് തജ്വീദുൽ അമലി. അപ്പൊ ഇത് എന്താണ്, ഫർളു ഐനാണ്, എല്ലാവർക്കും നിർബന്ധമാണ്. തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യല് എല്ലാവർക്കും നിർബന്ധമായ ഒരു കാര്യമാണ്. ഓക്കെ. എന്ന് പറഞ്ഞാല് നമ്മള് ശ്രമിക്കുക. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയ മാതിരി അല്ലെങ്കിൽ അറബികൾ ഓതുന്ന മാതിരി ചിലപ്പോ നമുക്ക് അല്ലെ നമ്മളിലുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചിലപ്പോ അങ്ങനെ പാരായണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചില അക്ഷരങ്ങളൊക്കെ ചിലർക്ക് എത്ര ശ്രമിച്ചാലും കിട്ടാത്തതൊക്കെ ഉണ്ടാവും. ഓക്കെ. അതിന് എന്താ വെച്ചാൽ നമ്മൾക്ക് എന്താണോ നമുക്ക് കഴിവുള്ളത് അല്ലേ, അതേ എന്ത് ചെയ്യുള്ളൂ, നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ കഴിവിനുള്ള പരമാവധി നമ്മൾ ശ്രമിക്കുക. അത്രേ നമുക്ക് വേണ്ടൂ. ഓക്കെ. നമ്മള് എന്ത് ചെയ്യുക, നമ്മളെ ആറ്റിറ്റ്യൂഡ് നന്നാക്കുക. അത്രയൊക്കെ മതി നമ്മൾ വിചാരിക്കരുത്. നമ്മൾ എന്ത് വിചാരിക്കുക, നമ്മളെ കഴിവിന്റെ പരമാവധി നന്നാവണം എന്നുള്ള ആഗ്രഹത്തില് പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൃപ്തിപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് പഠിക്കാൻ ശ്രമിക്കുക. അത്ര മതി. ഓക്കെ. ബാക്കിയുള്ളത് നമ്മൾ ശ്രമിക്കുക, ബാക്കിയുള്ളത് പിന്നെ അള്ളാഹുവിന് വിടുക, നമ്മൾ ദുആ ചെയ്യുക. ഓക്കെ. രണ്ടാമത്തെ സെക്കൻഡ് വേണം എന്താണെന്ന് വെച്ചാൽ തജ്വീദുൽ ഇൽമി. തജ്വീദുൽ ഇൽമി എന്ന് പറഞ്ഞാൽ തജ്വീദിന്റെ അറിവ്. അപ്പൊ അതാർക്കാന്ന് വെച്ചാല് തജ്വീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടുന്നുള്ള അറിവാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ തജ്വീദിന്റെ നിയമങ്ങളും സിഫാത്ത് മഖ്റജൊക്കെ അതിന്റെ എല്ലാ പേരുകളും കാര്യങ്ങളും എല്ലാം അറിയണം. അതെന്തിനാണ്, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പൊ അത് എല്ലാവർക്കും നിർബന്ധമല്ല, ഫർളുൽ കിഫായാണ്. പറ്റുന്ന ആൾക്കാർ ചെയ്യുക, സാധ്യമാകുന്ന ആൾക്കാർ ചെയ്യുക. ഓക്കെ. അതാണ് അതിന്റെ 2 ശാഖകളുള്ളത്. പിന്നെ ഈ തജ്വീദിന്റെ ബർത്ത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഉത്ഭവം എങ്ങനെയാണെന്ന് വെച്ചാല്, ഖുർആന് ഇറക്കപ്പെട്ടത് റസൂലിനാണ്. റസൂലിന്റെ ചുറ്റുപാടുള്ളത് ഖുറൈശികളാണ്. ഖുറൈശികൾക്ക് തജ്വീദിന്റെ കാര്യം ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഷയാണ്, അവരുടെ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതതിന്റെ കൃത്യമായി തന്നെ അവർക്ക് പാരായണം ചെയ്യാൻ കഴിയും. അങ്ങനെ ഇസ്ലാം വേറെ രാജ്യങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിക്കുകയും ഖുർആനെ എല്ലാ നാട്ടിലേക്കും ഖുർആൻ എത്തുകയും ചെയ്ത സമയത്ത് ഓരോ നാട്ടിലുള്ള ആൾക്കാരും അവരവരുടെ ഭാഷയ്ക്കനുസരിച്ച് ഇതിന്റെ അക്ഷരങ്ങളെ മാറ്റിമറിക്കാൻ തുടങ്ങി. നമ്മൾ തന്നെ മദ്രസ പഠിച്ച സമയത്ത് നമുക്കറിയാം അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മലയാള അക്ഷരത്തിനുമായിട്ട് പിന്നെ സാമ്യപ്പെടുത്തിയും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു റിസ്ക് ആര് മനസ്സിലാക്കി, പണ്ഡിതന്മാര് മനസ്സിലാക്കി. എന്നല്ല, വിശുദ്ധ ഖുർആനെ ഖിയാമത്ത് നാൾ വരെ എങ്ങനെയാണോ ഇറക്കിയത് അതേപോലെ സംരക്ഷിക്കുമെന്ന് ആരുടെ വാഗ്ദാനമാണ്, ആരാണ് പറഞ്ഞത്, അള്ളാഹു അല്ലേ. അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ അള്ളാഹുവിന്റെ എന്താണ് പ്ലാൻ പ്രകാരം, അള്ളാഹുവിന്റെ പ്ലാൻ ആയിരിക്കാം പണ്ഡിതന്മാര് ഇരുന്ന് ആലോചിച്ച് അതിന് റിസ്ക് അവർക്ക് ഫീൽ ചെയ്ത്. കാരണം ഇത് മാറിപ്പോവും എന്നുള്ള മാറ്റപ്പെടുന്ന അക്ഷരങ്ങളുടെ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ ഉച്ചാരണമൊക്കെ മാറിപ്പോകുന്നുള്ള ഒരു ഘട്ടം വന്നപ്പം ആൾക്കാരിരുന്ന് ആലോചിക്കുകയും അങ്ങനെ അവര് അക്ഷരങ്ങളുടെ മഹ്റജുകൾ തിട്ടപ്പെടുത്തി. അവർക്ക് പറഞ്ഞു നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അവര് പറഞ്ഞു നോക്കിയിട്ട് ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥലം മഹ്റജിനെ അവര് തിട്ടപ്പെടുത്തി. അങ്ങനെയാണ് എന്തുണ്ടായത്, മഹ്റജ് ഉണ്ടായത്. അക്ഷരങ്ങളുടെ മഹ്റജ് അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ മഹ്റജ് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി ഒരേ മഹ്റജിൽ തന്നെ വ്യത്യസ്ത അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. ഉദാഹരണം പറയാവോ? ഈ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹംസ ഹ, യെസ്, നമ്മൾ പഠിച്ചല്ലേ. ഐന ഹ, ഖൈന ഖ.
ആ അപ്പൊ ഒരു ഒരു മഹറജിൽ നിന്ന് തന്നെ നമ്മൾ 2 അക്ഷരം പുറപ്പെടുന്നത് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു അല്ലേ? രണ്ട് മൂന്നക്ഷരങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ ഉണ്ട്, മൂന്നക്ഷരം വരുന്ന മഹറജൊക്കെ ഉണ്ട്. അപ്പൊ ഒരു റിസ്ക്, അവിടെ ഒരു റിസ്ക് ആയി അല്ലേ? ഒരേ മഹറജിൽ നിന്ന് വന്ന അക്ഷരങ്ങള് ഒരേപോലെ ആവാനുള്ള ഒരു സാധ്യത ഉണ്ടായി. അപ്പൊ അവര് വീണ്ടും എന്തുണ്ടായി, വീണ്ടും ഇരുന്ന് കൂടിയാലോചിച്ചാണ് എന്തുണ്ടാക്കിയത്, സിഫാത്ത്. അപ്പൊ അവര് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി അക്ഷരങ്ങളുടെ വ്യത്യാസം, സൗണ്ട് പുറത്തേക്ക് വരുന്നത് ഡിഫറെന്റ് ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവരെന്തുണ്ടാക്കി, സിഫാത്ത് ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെയാണ് സിഫാത്ത് ഉണ്ടായത്. പിന്നെ വാക്കുകൾ കൂടിച്ചേരുന്ന സമയത്ത്, അല്ല, അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് വാക്കുകളായി, വാക്കുകൾ കൂടിച്ചേരുന്ന സമയത്ത് ആയത്തുകൾ ഉണ്ടായത് അല്ലേ? അപ്പൊ ഈ വാക്കുകൾക്കിടയിലും അല്ലെങ്കിൽ അക്ഷരങ്ങൾക്കിടയിലും ഒക്കെ ഉള്ള പ്രൊനൗൺസിയേഷന്റെ റൂളുകൾ, അഹ്കാമുകൾ അങ്ങനെയാണ് ഉണ്ടായത്. അവര് പ്രൊനൗൺസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണോ, ഏത് രീതിയിലാണ് അത് ശരിയായ രീതി എന്നുള്ളത് പിന്നെ എഴുതി ഉണ്ടാക്കിയതാണ് എന്ത്, അതിന്റെ അഹ്കാമും തജ്വീദ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എന്തില്ല, നമുക്ക് റിസ്ക് ഇല്ല, നമ്മളിത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളെ കാര്യം. അവൈലബിൾ ആണ് എല്ലാം. അതേപോലെ തന്നെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം വഖഫിന്റെ കാര്യങ്ങളൊക്കെ ഖുർആനിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഖുർആനിൽ എവിടെയാണ് വഖഫ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അടയാളങ്ങളുണ്ട്, അലാമത്തുകളുണ്ട്, നമ്മളത് പഠിച്ചാൽ മതി. അപ്പൊ അത് പഠിച്ചെടുക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമാണ്. പാരായണം ചെയ്യാനുള്ള കാര്യം നമ്മൾ പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ ഈ നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് അതിനൊരു മെയിൻ ടോപ്പിക് ഉണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ തജ്വീദാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാല് ഖുർആനിക് വേർഡ്സ് ആണ്, ഖുർആനിലെ വാക്കുകളാണ്, ഖുർആന്റെ അക്ഷരങ്ങളാണ് എന്ത്, നമ്മളുടെ മെയിൻ ടോപ്പിക്. അതിന് നമ്മള് തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ തന്നെ അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെ ചെയ്യണം. അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥാനം നമ്മൾ പഠിക്കണം, ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥാനത്തിനെ നമ്മൾ പഠിക്കണം, അക്ഷരങ്ങളുടെ സ്വഭാവങ്ങൾ പഠിക്കണം, അക്ഷരങ്ങളുടെ സ്വഭാവം പഠിക്കണം. പിന്നെ ഉള്ളത് തജ്വീദിന്റെ നിയമം. 3 യൂണിറ്റ് ആണിത്. അക്ഷരങ്ങളുടെ പുറപ്പെടുന്ന സ്ഥലം 1 യൂണിറ്റ്, അക്ഷരങ്ങളുടെ സ്വഭാവം 2, തജ്വീദിന്റെ നിയമങ്ങൾ 3, അങ്ങനെ 3 യൂണിറ്റ് ആയിട്ടാണ് തജ്വീദിന്റെ ശാസ്ത്രം ഉള്ളത്. പിന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പാരായണം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് തന്നെ, റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിക്കുക. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ പഠിക്കാനും പാടില്ല. തന്നെ പഠിക്കുക എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ പാരായണം ചെയ്യുന്ന അറിയാവുന്ന ആളുകള് എന്ത് ചെയ്യണം, പാരായണം ചെയ്ത്, ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് പാരായണം കറക്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഓതി കൊടുത്തിട്ടാണ് അത് പഠിച്ചത്. അതേപോലെ തന്നെ റസൂലിന് കേട്ടിട്ടാണ് ആര്, സ്വഹാബകള് പഠിച്ചത്. അപ്പൊ അതേപോലെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് തുടർന്ന് വന്നിട്ടാണ് ഇപ്പൊ നമ്മളെടുത്ത് എത്തിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അറിവുള്ള ആളുകൾക്ക് പാരായണം ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് അതിന്റെ ഒരു കണ്ടീഷൻ. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, നന്നായിട്ട് പാരായണം ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ അവൈലബിൾ ആണ്. അതൊക്കെ നോക്കി കേട്ട് പഠിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമ്മളുടെ പാരായണത്തിൽ വ്യത്യാസം വരുത്തുക. അതാണ്. ഇനി നമ്മൾ ഈ എഫേർട്ടൊക്കെ എടുത്താൽ നമുക്ക് അതിനെ കൊണ്ട് കിട്ടുന്ന ഒരു മെച്ചം എന്താണെന്നുള്ളതാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതിനനുസരിച്ച് ഖുർആനെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെച്ചങ്ങള്, ഒന്ന് എന്താന്ന് വെച്ചാല് ഖുർആനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നമ്മളുടെ നാവും ഉപയോഗിച്ചു എന്ന് വേണം അന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മളത് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പാരായണം ചെയ്യാൻ നമുക്ക് പറ്റിയാല് അതിന്റെ അർത്ഥം എന്താണ്, അള്ളാഹു നമ്മളുടെ നാവിനെ യൂസ് ചെയ്തിട്ടാണ്, നമ്മളുടെ നാവിനെയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അള്ളാഹു ഓരോ മാർഗം യൂസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുക അല്ലെ? ഖുർആനെ ഇറക്കാൻ ആരെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? ജിബ്രീൽ അലൈഹി സ്വലാമിനെ ഉപയോഗിച്ചു. ഓക്കെ, എന്ന് പറഞ്ഞാല് ഈ ഖുർആന്റെ ഒരറ്റം കിടക്കുന്നത്, നമ്മളെ കയ്യിലുള്ള ഖുർആന്റെ ഒരു എൻഡ് കിടക്കുന്നത് അള്ളാഹുവിലാണ് ഉള്ളത്. ഓക്കെ, അള്ളാഹുവിലേക്ക് നമുക്കുള്ള ഒരു കയറാണത്. അള്ളാഹുവിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു കയറാണ് എന്ത്,
വിശുദ്ധ ഖുർആൻ. അപ്പോൾ നമ്മളത് പഠിച്ച് നല്ല രീതിയിൽ പാരായണം ചെയ്യാനും ബാക്കിയുള്ള ഈ പഠിച്ചു കഴിഞ്ഞാല് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഒരു നിർബന്ധമാണ്. ഓക്കെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പൊ ഇല്ല അല്ലെ? ഇനി ഉത്തരവാദിത്തം ആരുടെ കയ്യിലാണോ ഖുർആൻ ഉള്ളത്, ആരാണോ അത് പഠിക്കുന്നത്, അവരുടെ ഉത്തരവാദിത്തമാണ് എന്ത്, ബാക്കിയുള്ള അറിയാത്ത ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിലൂടെ അത് പ്രൊട്ടക്ട് ചെയ്താൽ അതിനുള്ളൊരു ഫضല് നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഉണ്ടാവും. അപ്പൊ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാല് നമ്മളെ സ്വന്തം നാവിനെ ഖുർആനിൽ വരുന്ന തെറ്റുകളിൽ നിന്ന് നമ്മുടെ നാവിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, സംരക്ഷിക്കാൻ പറ്റും. വിശുദ്ധ ഖുർആനില് തെറ്റ് വരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ നാവ് കൊണ്ട് അത് തെറ്റ് വരുത്തുന്നത് ഇല്ലാതാക്കാൻ നമുക്ക് ഈ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാവും. ഓക്കെ, പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല്, അള്ളാഹുവിന് കുറെ ആളുകളുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞല്ലോ അല്ലെ? അള്ളാഹുവിന്റെ സ്വന്തം ആൾക്കാരായിട്ട് അള്ളാഹു കണക്കാക്കിയത് ആരെയാണ്? വിശുദ്ധ ഖുർആന്റെ അഹ്ലുകാര് അല്ലെ? ഖുർആന്റെ അഹ്ലുകാര് അള്ളാഹുവിന്റെ സ്വന്തക്കാര്. അപ്പൊ ആ ഒരു സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാലേ നമുക്ക് പിന്നെ ഈ ഭൂമിയില് ഭൂമി മുഴുവനും നമുക്ക് കിട്ടുന്നതിനേക്കാൾ നമുക്ക് എന്താണ് പ്രധാനപ്പെട്ടതാണ് എന്ത്? അള്ളാഹുവിന്റെ സ്വന്തക്കാര് ആവുക എന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് പറ്റും. എങ്ങനെ ചെയ്താൽ മതി? നമ്മൾ ഖുർആൻ നന്നായിട്ട് പഠിക്കുക, ആവുന്നത്ര നന്നായിട്ട് പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, ഖുർആനില് ചുറ്റിപ്പറ്റി നമ്മളെ ലൈഫ് മുന്നോട്ട് നീക്കുക തന്നെ. ഓക്കെ, അപ്പൊ ഈ ഒരു അള്ളാഹുവിന്റെ സ്വന്തക്കാര്, അള്ളാഹുവിന്റെ ഖുർആന്റെ അഹ്ലുകാര് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ്, നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മളുടെ മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാവില്ല, മനസ്സിൽ സന്തോഷം ഉണ്ടാവും. ഇവിടെ മാത്രല്ല അല്ലെ, ഇഹത്തിലും പരത്തിലും നമുക്ക് സമാധാനത്തോടെ മരണാണെങ്കിൽ നമുക്ക് ഭയമല്ല അല്ലെ? മരിച്ചാൽ നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണ്? അള്ളാഹുവിന്റെ അടുത്തേക്കാണ് നമ്മൾ പോവുക. അപ്പൊ നമുക്ക് ഭയമല്ല, കാരണം നമ്മൾ അള്ളാഹുവിന്റെ സ്വന്തക്കാരാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മരണത്തിനെ പോലും നമുക്ക് ഭയമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഈ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അർത്ഥം അറിയണം എന്നുള്ളത് ഒരു കാര്യമാണ്, ഒരു നിർബന്ധ കാര്യമാണ്. നമ്മൾ തഫ്സീർ പഠിക്കാനുള്ളത് ഓരോരുത്തർ കൊണ്ട് ആകുന്ന രീതിയിൽ തഫ്സീർ പഠിക്കൽ നിർബന്ധമാണ്. കാരണം പഠിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ശരിക്കും അതൊരു മെസ്സേജാണ്. എങ്ങനെയാണ് നമ്മൾ ഓരോ സിറ്റുവേഷനിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യത്തിലും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന മെസ്സേജ്. അപ്പൊ നമ്മളത് പാരായണം ചെയ്യന്നെ വേണം. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കുകയും വേണം. പറ്റുന്ന അത്ര അവനവനെ കൊണ്ട് എത്രയാണോ പറ്റുന്നത് അത്രയും നമ്മൾ അതിന്റെ തഫ്സീർ മനസ്സിലാക്കൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ നമുക്കത് ഈ പാരായണ നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഖുർആനിൽ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെ, നമുക്ക് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് പാരായണം ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഖുർആന്റെ പഠനം കൊണ്ട് നമുക്ക് കിട്ടുന്ന മെച്ചങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? ഓ ക്ലിയർ ആണ്. ക്ലിയർ ടീച്ചർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം? ഇത് പഠിച്ചിട്ടില്ലെങ്കിലുള്ളൊരു ബുദ്ധിമുട്ട്. ഖുർആന്റെ വ്യാപനം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. എങ്ങനെയാണ് ഖുർആന്റെ വ്യാപനങ്ങൾ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. നമ്മളെയൊക്കെ എത്തിയത് എങ്ങനെയാണ്? രണ്ട് രീതിയിൽ എത്തിയിട്ടുണ്ട്. എഴുതപ്പെട്ടതുണ്ട്, വാമൊഴിയായി പറഞ്ഞിട്ടുള്ളത് എത്തലുണ്ട്. ആരെങ്കിലും ഒരാൾ പറയോ? ഏത് വഴി അതിന്റെ ഒറിജിൻ എവിടാ? ഒറിജിനിൽ നിന്നും എങ്ങനെ നമ്മളിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ മതി. നോബഡി? ആരുമില്ല? സുമേ ടീച്ചർ ശ്രമിച്ചു നോക്കി. ടീച്ചറൊക്കെ പറഞ്ഞു ടീച്ചറെ. അപ്പൊ ഫസ്റ്റ് ആരുടെ കയ്യിലാണുള്ളത്? ഇത് പ്രവാചകൻ മുഖേന പറയട്ടെ ടീച്ചർ. പ്രവാചകൻ മുഖേനയാണ്. ഫസ്റ്റ് ആരെടുത്താന്ന് പറയണം. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വഴി. അല്ലല്ലോ. അവിടുന്ന് തുടങ്ങാൻ പാടില്ല നമ്മള്. അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമയ്ക്ക് കൊടുക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനിക്ക് നൽകുകയും പ്രവാചകൻ
പിന്നെ സഹാബാക്കൾക്ക് യെസ്, അങ്ങനെ നൽകുകയും ചെയ്യും. ആ ആ പിന്നെ പിന്നാലെ വന്ന ആളുകള് അല്ലേ, അവരിലൂടെ പിന്നാലെ വന്ന ആളുകളിലൂടെയാണ് നമ്മളിലേക്ക് എത്തിയത് ഇത്. നമ്മളിലേക്ക് എത്തിയത്. അതിനുശേഷം ആദ്യം പ്രബോധനത്തിലൂടെ എത്തിക്കുകയാണ് ചെയ്തത്. യെസ്. പിന്നെ ഈ എഴുതപ്പെട്ടത് എന്ന് പറഞ്ഞാല് എങ്ങനെയാണ്? അതും ഒറിജിനേടാണ്. ഒറിജിൻ അല്ലേ, അള്ളാഹു ആണ് ഒറിജിൻ. 2 ജിബ്രീൽ അലൈഹിസ്സലാം, 3 പ്രവാചകൻ. പ്രവാചകന് കിട്ടിയ ആയത്തുകള്, വചനങ്ങൾ എന്ത് ചെയ്യും? പ്രവാചകൻ പാരായണം ചെയ്യുകയും അത് കേട്ടിട്ട് അന്നത്തെ സഹാബ എന്ത് ചെയ്യും? കിട്ടിയ ഏതൊക്കെ സംഭവങ്ങളാണ്, സാധനങ്ങളാണ് കിട്ടുന്നത്, അതിലൊക്കെ എഴുതി വെക്കുക. ഓക്കെ, അങ്ങനെ എഴുതി വെച്ച ആയത്തുകളെ അല്ലെങ്കിൽ വചനങ്ങളെ സമാഹരിച്ച് അതൊരു ഖുർആൻ രൂപത്തിലാക്കിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ഓക്കെ, പിന്നെ ഖുർആന്റെ പകർപ്പുകള് ഖുർആന്റെ പകർപ്പുകൾ ഉണ്ടാക്കിയത്, മൾട്ടിപ്ലൈ ചെയ്തത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. പിന്നെ ഒട്ടേറെ പകർപ്പുകൾ ഉണ്ടാക്കുകയും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഇപ്പോൾ അങ്ങനെ 2 രീതിയിലാണ് ഖുർആൻ വാമൊഴിയായിട്ടും എഴുതപ്പെട്ട രീതിയിലും ഖുർആൻ വ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് അല്ലെ ബൈഹാർട്ട്, ഖുർആന് കംപ്ലീറ്റ് ബൈഹാർട്ട് ചെയ്തിട്ട് കൽബിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ഖുർആൻ സൂക്ഷിച്ച ആളുകൾ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് നോക്കേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാ. എന്താണ് സംഭവിക്കുക? പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആരെങ്കിലും അത് പറഞ്ഞേ. അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റാതെ വരും. അല്ല, നമ്മൾ ഖുർആന്റെ അക്ഷരങ്ങളും പാരായണവും പഠിച്ചിട്ടില്ലെങ്കിൽ അത് ലഹൻ എന്നാ പറയാ. ലഹൻ എന്ന് പറഞ്ഞാല് പാരായണത്തില് സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ, തെറ്റുകൾ. അള്ളാഹു ഇറക്കിയത് അത് അതേപോലെ തന്നെ നമ്മൾ പാരായണം ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ അതില്ലെങ്കിൽ ഇത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത്തത് വലിയ തെറ്റുകൾ, ലഹൻ അൽ ജലി എന്ന് പറഞ്ഞാല് വലിയ തെറ്റുകൾ, വ്യക്തമായ തെറ്റുകൾ. അപ്പൊ ഈ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാല് വാക്കിന്റെ അർത്ഥത്തിലൊക്കെ മാറ്റം സംഭവിക്കും. ഖുർആന്റെ വാക്കുകളുടെ അർത്ഥത്തിലൊക്കെ മാറ്റം സംഭവിക്കും. ഇപ്പൊ ഉദാഹരണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അൻ ആം തു എന്നുള്ളത് അൻ ആം ത എന്നാണ് വേണ്ടത്. അതിന് പകരം എന്ത് പറഞ്ഞു പോവുക? അൻ ആം തു. അർത്ഥത്തിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അൻ ആം തു എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഞാൻ അനുഗ്രഹം ചെയ്തു എന്നാണ്. നമ്മൾ പാരായണം ചെയ്യുന്ന ആൾക്കാർ പറയാണ് ഞാൻ അനുഗ്രഹം ചെയ്തു, അൻ ആം തു. ഓക്കെ, കറക്റ്റ് എന്താണ്? അൻ ആം ത, അൻ ആം ത അല്ലെ, അൻ ആം ത. അപ്പൊ അൻ ആം തയും അൻ ആം തും തമ്മിൽ മാറിപ്പോയാല് എന്തായിപ്പോയി? ഒരു അർക്കയ്ക്ക് വ്യത്യാസം, ലാസ്റ്റ് ലെറ്ററിന്റെ അല്ലെ അർക്കയ്ക്ക് വ്യത്യാസം വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അർത്ഥം മാറിപ്പോയി. മനസ്സിലായില്ലേ? അർത്ഥം മാറിപ്പോയി. ഓക്കെ, രണ്ടാമത്തത് അക്ഷരങ്ങളുടെ സ്വഭാവം കംപ്ലീറ്റ് പാലിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, അക്ഷരത്തിന്റെ മഹറജ് മാറിപ്പോവുക, തെറ്റായ മഹറജിൽ നിന്ന് സ എന്നുള്ളത് സീന് ആയി പോവുക, സ എന്നുള്ളത് സാലായി പോവുക. ഓക്കെ, അങ്ങനെ മഹറജ് മാറുക, അല്ലെങ്കിൽ സിഫാത്ത് മാറിപ്പോവുക. ഓക്കെ, മൂന്നാമത്തത് വാക്കില് അക്ഷരങ്ങൾ കൂടുകയോ കുറയുകയോ ചെയ്യുക. ഒരു വാക്കില് അക്ഷരങ്ങള് കൂടുകയോ കുറയുകയോ ചെയ്യുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞത് കാല എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു എന്നർത്ഥം. ഒരാൾ പറയുന്നതിനാണ് കാല പറയുക. 2 ആൾ പറയുന്നതിന് കാല. ഒരു ഹർഫ്, ഒരു അലിഫ് അല്ലെങ്കിൽ ഒരു മദ് അവിടെ
എക്സ്ട്രാ ഉണ്ട്. അപ്പൊ ഇതില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ പ്രശ്നമാണ്. അള്ളാഹു പറയുന്നത് കാല പറയൂല്ലേ, അള്ളാഹു ഒരാളാണുള്ളത്. അത് നമ്മളോട് കാല പറഞ്ഞു പോയാൽ എന്താണ്, അത് മിസ്റ്റേക്കാണ്. അവിടെ രണ്ടാൾ പറഞ്ഞ മാതിരിയായി പോകും. അപ്പൊ അതൊരു മിസ്റ്റേക്കാണ്. പിന്നെ വേറൊന്നുള്ളത്, സ്വാദിന് പകരം സീനും സീനിന് പകരം സ്വാദും പറയുക. സ്വാദ് ഇപ്പൊ പിന്നെ സിഫാത്തിലുണ്ട് വരുന്ന വ്യത്യാസമാണ്. ആ സ്വാ എന്നുള്ളതിന് പകരം ആ സാ പറയുക. ആ സാ ഇപ്പൊ രണ്ടിലും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അസ്വാ എന്ന് പറഞ്ഞാല് സ്വാദാണെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്നതിനാണ് പറയുന്നത്. സീനാണെങ്കിൽ എന്താണ്, ആയേക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ എന്നുള്ള. ഇപ്പൊ അല്ലേ, ക്ലിയർ അല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇത് 4 എക്സാമ്പിൾ ആണ് ഇതിൽ പറഞ്ഞത്. ഒന്ന് എന്താണ്, ഹർക്കത്ത് മാറിപ്പോയി. ഈ അറബി ഭാഷയ്ക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാല്, വാക്കിന്റെ ലാസ്റ്റ് ലെറ്ററിന്റെ ഹർക്കക്ക് ഇമ്പോർട്ടന്റ് ഉണ്ട്, നല്ല ഇമ്പോർട്ടന്റാ. ഒരു വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന്റെ ഹർക്കത്തിന് പ്രധാനമുണ്ട്. കാരണം അതിനനുസരിച്ച് അർത്ഥങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. ഓക്കെ. അപ്പൊ അതിൽ മാറ്റം വരിക, ഒരു മിസ്റ്റേക്ക്. അപ്പൊ അർത്ഥത്തിൽ മാറ്റം വന്ന്, രണ്ടാമത്തത് തെറ്റായ മഖ്റജിൽ നിന്നും അക്ഷരങ്ങൾ പുറപ്പെടുക. ഓക്കെ. അപ്പൊ ഒരക്ഷരം വേറൊരക്ഷരമായിട്ട് മാറിപ്പോവും. അക്ഷരത്തിന് മാറ്റം സംഭവിക്കുകയും അതിലൂടെ എന്താവും, വാക്ക് മാറി പിന്നെ അള്ളാഹു ഉദ്ദേശിച്ച മാതിരിയല്ല പിന്നെ നമ്മളത് പാരായണം ചെയ്യുന്നത്. അങ്ങനത്തെ രീതിയിലേക്ക് മാറിപ്പോവുക. പിന്നെന്താണ്, അക്ഷരങ്ങൾ കൂടുകയോ കുറയോ ചെയ്യുക. കാല എന്നുള്ളത് കാല ആകുക, അല്ലെങ്കിൽ കാല എന്നുള്ളത് കാലയാകുക. പിന്നെ എന്താണ്, സ്വാദ് സീന് മാറുക. സ്വാദും സീനും എങ്ങനെ കാഫും കാഫും മാറിയ ഒരു ഉദാഹരണം നമ്മൾ പറയല്ലായിരുന്നു പണ്ട്, പറയോ? കാഫ് കാഫ്, കൽബ് അല്ലേ, കൽബ്. ഗൽബ് എന്ന് പറയുന്നത് ഹൃദയവും കൽബ് എന്ന് പറയുന്നത് പട്ടിയും. അതിന് അങ്ങനെ അത്രയും വലിയൊരു വ്യത്യാസം അല്ലെ. ഈ കാഫിന്റെയും കാഫിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടുത്തടുത്ത മഹ്റജാ, തൊട്ടടുത്താണ്. കാഫിന്റെയും കാഫിന്റെയും അടുത്തടുത്ത മഹ്റജുകളാണ്. ഓക്കെ. അപ്പൊ അത് കറക്റ്റ് മഹ്റജിൽ അല്ലെങ്കിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അക്ഷരങ്ങള് അല്ല വാക്കിന്റെ അർത്ഥങ്ങൾ മാറിപ്പോവും. ഓക്കെ. ഇനി അടുത്തത് ചെറിയ മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞാല് അർത്ഥത്തിൽ മാറ്റം സംഭവിക്കുന്നില്ലെങ്കിലും മിസ്റ്റേക്ക് ആണത്. ഓക്കെ. അതില് ഒരു ഉദാഹരണമാണ് മദ്ദിന്റെ നീട്ടല്. മദ് നമ്മൾ പഠിച്ചല്ലോ, മദ് മുത്തസില്, മദ് മുൻഫസില്, മദ്ദു ലാസിം ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. അതില് സാധാരണ മദ്ദുണ്ട്. ഈ മദ്ദുകൾ തമ്മിൽ നീട്ടലിന് വ്യത്യാസം വരിക. കൂടുതൽ നീട്ടേണ്ടിയടുത്ത് നീട്ടാണ്ടിരിക്കുകയും അതേപോലെ തന്നെ നീട്ടേണ്ടാത്തിടത്തിൽ കൂടുതൽ നീട്ടുകയും ചെയ്യും. നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമുക്കൊരു സംഭവം എന്താന്ന് വെച്ചാല്, അടുത്ത അക്ഷരം പ്രൊനൗൺസ് ചെയ്യാന് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടിയില്ല, നമ്മളാ മുന്നിലത്തെ അക്ഷരത്തിൽ നിന്നിട്ടിക്കണം നീട്ടും. അങ്ങനെ അല്ലേ, ഫാത്തിഹയിലൊക്കെ അങ്ങനെ ആൾക്കാർ ചെയ്യാറുണ്ട്. എന്ത് ചെയ്യാ, നമ്മൾ തൊട്ടടുത്ത അക്ഷരം പറയുന്നതിന്റെ മുന്നേ പറയുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അക്ഷരങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതൊന്നും പാടില്ല. പിന്നെ രണ്ടാമത്തേത് മണിക്കുന്നതില്ല, ഉന്നയുടെ നിയമങ്ങൾ പാലിക്കാണ്ടിരിക്കുക, മണിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ മണിക്കേണ്ടാത്തടത്തിൽ മണിക്കുക. പിന്നെ അതേപോലെ തന്നെ റായുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റാ ഹെവി ആൻഡ് ലൈറ്റ് ഉണ്ട്, ലൈറ്റും ഹെവിയും ഉണ്ട്. അപ്പൊ അതിന്റെ നിയമങ്ങൾ പഠിച്ചില്ലെങ്കിൽ എവിടെ നമുക്ക് ഹെവി ആക്കണം എന്നുള്ളത്, എവിടെ ലൈറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയാണ്ടായി പോകും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മിസ്റ്റേക്കുകൾ സംഭവിക്കാം. ഇതൊക്കെയാണ് നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെ, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാല് ഓരോരുത്തർ കൊണ്ട് പറ്റുന്ന അത്രയാണോ പറയുന്നത്. ഓരോരുത്തർ കൊണ്ടും ആവുന്നത്ര നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിൽ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ എന്താ പറയുക, നമ്മളെ നാവുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുക, നമ്മളെ നാവില് കൂടി മിസ്റ്റേക്ക് വന്നു പോവുക, അതാണ്. അപ്പൊ ഇത് പഠിക്കുന്നത് നമ്മളെ നാവിനെ പ്രൊട്ടക്ട് ചെയ്യാനും കൂടിയാണ് നമ്മളിത് പഠിച്ചെടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഒന്ന് അറിഞ്ഞു നോക്കി എന്തൊക്കെയാണ് തെറ്റുകൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് സംഭവിച്ചേക്കാവുന്ന മിസ്റ്റേക്കുകൾ. ആരെങ്കിലും ഒരാൾ മ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ഹറക്കത്തുകൾ കറക്റ്റ് പറയാതിരിക്കുക. പിന്നെ മഹ്റജ് മാറിപ്പോവുക അല്ലെ, മാറിപ്പോവുക. പിന്നെ മഹ്റജ്, പിന്നെ സിഫാത്തുകൾ,
പിന്നെ ആ അക്ഷരങ്ങൾ കൂട്ടുകയോ കുറയുകയോ ചെയ്യുക. ആ ഓക്കെ വേർഡില് അൽഹംദുലില്ലാ. പിന്നെ അക്ഷരങ്ങൾ ബാറക്കല്ലാഹ്. മാറുക, അക്ഷരങ്ങൾ ആ മാറ്റി ഉച്ചരിക്കുക. ആ പിന്നെ മദ്ദുകൾ നീട്ടുന്നതിന്റെ വ്യത്യാസം. yes. അത് വേറെയാണ്. അത് രണ്ട് രണ്ട് ടൈപ്പ്. ലഹിൻ തന്നെ വേറെ ഇതിൽ വരുന്നേ അല്ലേ ടീച്ചർ? ആ ചെറിയ തെറ്റുകളാണ്. താഴെ നമ്മൾ പറയുന്നതൊക്കെ ഓ പിന്നെ വാക്കിന്റെ അർത്ഥം മാറിപ്പോവില്ല. ഓക്കെ ഓക്കെ അർത്ഥം മാറാത്ത ചെറിയത്. ഓക്കെ. ലഹൻ ആ മുകളിലുള്ളതാണ് എന്ത് വലിയ തെറ്റ്. വലിയ തെറ്റ്. ജലി ഓക്കെ. ലഹൻ അൽ ജലി ജലിയാണ് വലിയ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ വ്യക്തമായ മിസ്റ്റേക്കുകൾ, ഓക്കെ. ക്ലിയർ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ. താഴത്തതൊക്കെ എന്താണ് മിസ്റ്റേക്ക് ആണെങ്കിലും അത്ര ഹെവി അല്ല എന്ന് പറഞ്ഞാല് വാക്കുകളുടെ മീനിങ് മാറിപ്പോകൂല അവിടെ. ഇനി വേറൊരാൾ കൂടി പറഞ്ഞേ. അതിന് ലഹിൻ ഖഫീന്നോ പറയുന്ന ടീച്ചർ? ഇതാ ജലിയാണ് ഫസ്റ്റ് കണ്ടോ. അല്ല, ലഹൻ അൽ ജലി. ചെറിയ മിസ്റ്റേക്കിന് ലഹിൻ ലഹൻ ഖഫി. അൽ ഖഫി. ഖഫി ഓക്കെ ഖഫി ഓക്കെ. ഓക്കെ. ഇനി വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. അക്ഷരത്തിന്റെ മഹറജ് മാറിപ്പോവുക. ഇത് yes. വലിയ തെറ്റാ. ഞാൻ വലിയ തെറ്റാണ് ഇപ്പൊ പറയണത്. ലഹൻ കഫി അല്ല, ലഹൻ ജലി. ജലി. ജലിയാണ്. ലഹൻ ജലിയോ കഫിയോ? ജലിയാണ് വലുത്. അപ്പൊ ഞാൻ പറയാൻ പോണ ലഹൻ ജലി. അക്ഷരത്തിന്റെ മഹറജ് മാറിപ്പോവുക. സ എന്ന് ഉച്ചരിക്കാനുള്ളത് നമ്മൾ ചിലത് സ ആവും. പിന്നെ വാക്കിലെ അക്ഷരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അത് കാല നീട്ട് കൊടുത്ത് കാല അങ്ങനെ തന്നെ ടീച്ചർ അതിൻ്റെ അത് അല്ല അതെന്താ വെച്ചാ കാല കാല എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. അപ്പൊ ലാമിന് മദ്ദ് കൊടുത്താണ് കാല കാല എന്ന് പറഞ്ഞാൽ രണ്ടാള് പറഞ്ഞു. കാലു എന്ന് പറഞ്ഞാല് കുറെ ആൾക്കാര് പറഞ്ഞു കാലു. അതാണ്. അപ്പൊ കാലു ആയിപ്പോവാൻ സാധ്യത കുറവാണ്. കാല എന്തായി പോവുകയുള്ളൂ കാല. മറ്റേ ലാമിന് മദ്ദ് വരുന്നത്. സിഫാത്തിലുള്ള മാറ്റം. പിന്നെ സ്വാദ് എന്ന് പറയുന്നത് സാ പറയും. സ്വാ പറയുന്നിടത്ത് സീൻ എന്ന് പറയും. പിന്നെ ഹറക്കത്ത് ചെറുത് മദ്ദിന് നീട്ടി ഓതണം. ചെറിയ തെറ്റ്. ലഹൻ ചെറിയ തെറ്റ്. മദ്ദിനെ നീട്ടണം. ചിലത് മണിക്കുകയും ചെയ്യണം. നീട്ടേണ്ടത് നീട്ടണം, നീട്ടണ്ടാത്തത് നീട്ടുകയും ചെയ്യരുത്. മദ്ദിന് നീട്ടതിനുള്ള വ്യത്യാസം. പിന്നെ മണിക്കണം. ഉന്നയുടെ നിയമം. മണിക്കണം എന്ന് പറയാൻ പാടില്ല. മണിക്കേണ്ടിയെടുത്ത് മണിക്കണം. ചിലര് മീമിന് സുക്കൂനിട്ടാലൊക്കെ ഇങ്ങനെ പറയാൻ മണിക്കൂ. അത് പാടില്ല. മണിക്കേണ്ട സ്ഥലത്ത് മണിക്കണം. ഉന്ന കൊടുക്കാനുള്ള സ്ഥലത്ത് ഉന്ന കൊടുത്ത് മണിക്കണം. പിന്നെ റാ ലേറ്റ് ഉണ്ട്, ഹെവി ഉണ്ട്. എവിടെയാണ് ഹെവി വരുന്നത് അവിടെ റായ്ക്ക് പിന്നെ രീ എന്ന് വരുമ്പോഴല്ലേ ടീച്ചർ അവിടെ ലേറ്റ് ആവണ. അവിടെ കിസർ വരുമ്പോ റാക്ക് കിസർ വരുമ്പോഴേ അതാണ്. അല്ല അത് നിയമങ്ങളൊക്കെ നമ്മൾ പിന്നെ പഠിക്കൂ. നിയമം അങ്ങനെ മാത്രം നോക്കിയാൽ നമുക്ക് സുക്കൂൻ ഇടുന്ന സമയത്ത് നമ്മള് എന്ത് ചെയ്യും? അപ്പൊ നമ്മള് നിയമം നമ്മള് പഠിക്കും. ഇൻഷാ അല്ലാഹ് അഹ്കാമിൽ നമ്മള് പഠിക്കും. ഓക്കെ, ക്ലിയറാ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, ഇനി ഇസ്തിആദ ബസ്മലന്റെ റൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൂടി നമ്മൾ പോകൂലേ എന്ന്? അതുകൂടി എടുക്കട്ടെ? ഓക്കെ. ഇസ്തിആദ ഓതുക എന്ന് പറഞ്ഞാല് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അങ്ങനെ പാരായണം ചെയ്യുന്നതിനാണ് ഇസ്തിആദ പറയുന്നത്. ഇസ്തിആദ അഊദു ഓതുക. എന്തിനാണ് ഓതുന്നത് വെച്ചാല് എന്താണ് അതിൽ കൂടി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് പിശാചിന്റെ ശല്യത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പറയാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആരുണ്ടാവും? പിശാച് നമ്മളെ ശല്യം ചെയ്യും. അപ്പൊ അതിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പറയുന്നതാണ് ഇസ്തിആദ. അപ്പൊ ഇസ്തിആദ ഓതണം എന്നുള്ള അതിന്റെ തെളിവാണ് എന്ത്?
സൂറ അൻ-നഹ്ലിലെ ആ നമ്പർ 98 എന്താണ് പറഞ്ഞത്? ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പം അള്ളാഹു തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ആ ഒരു ആയയുടെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാര് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഇസ്തിആദ ഓതൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇസ്തിആദ ഓതൽ എന്താണ്? നിർബന്ധമാണ്. ഇസ്തിആദ ഓതൽ നിർബന്ധമാണ്. എല്ലാ പണ്ഡിതന്മാരും അതിൽ ഏക അഭിപ്രായക്കാരുമാണ്. അതിനാർക്കും എന്തില്ല, അഭിപ്രായ വ്യത്യാസമല്ല. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തത് ആണെന്ത്? ബസ്മല. ബസ്മല എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ സൂറയുടെ സ്റ്റാർട്ടിങ്ങില് നമ്മളെല്ലാരും ഖുർആനിൽ തന്നെ എന്തുണ്ട്? ബിസ്മിയുടെ ആയുണ്ട്, ബിസ്മി ഉണ്ട്. അപ്പൊ നമ്മള് ബിസ്മി ചെല്ലും. ഓക്കെ, ഇനി നമ്മള് സൂറ അടക്കി വെച്ച് കാണുന്നുണ്ടല്ലോ അല്ലേ? സൂറയുടെ ഉണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മള് പിന്നെ ഒന്നുകിൽ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മള് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? നമ്മളിപ്പോ ഒരു സൂറ കംപ്ലീറ്റ് പാരായണം ചെയ്തോളണമെന്നില്ല. വലിയ സൂറയൊക്കെ നമ്മൾ കുറച്ച് പാരായണം ചെയ്തിട്ട് നമ്മള് ഇല്ലേ പകുതിയിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മള് മിഡിലിൽ എവിടെയെങ്കിലുമാണ് നമ്മള് നിർത്തുന്നത്. അപ്പൊ അങ്ങനെ നിർത്തുന്നത് നമുക്ക് പിന്നെ നമ്മൾ എടുത്ത് ഓതുമ്പം എങ്ങനെയാണെന്നുള്ളതാണ് ഇടയ്ക്ക് വെച്ച് എന്ന് പറയുന്നത്. അതില് ഇസ്തിആദ നിർബന്ധമാണ്. ഇസ്തിആദ ഏത് സമയത്താണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്തൊക്കെ നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ നമ്മളൊന്ന് തുമ്മുകയൊക്കെ ചെയ്തിട്ടാണോ നമ്മള് പാരായണം മുറിഞ്ഞു വന്നതെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ ഇസ്തിആദന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മള് വേറെ ഏതെങ്കിലും സംസാരത്തിലായി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, നമ്മൾ വേറെ എന്തെങ്കിലും സംസാരിച്ച് അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇസ്തിആദ നിർബന്ധമാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി ബസ്മലയുടെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ബസ്മല ഓത്ത് എങ്ങനെയാണെന്നുള്ളതാ. അത് നിർബന്ധമില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ പാരായണം ചെയ്യുന്ന ആൾക്ക് തീരുമാനിക്കാം. ആരാണോ ഓതുന്നത് അവർക്ക് എന്ത് ചെയ്യാം? വേണോ വേണ്ടേ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. പക്ഷെ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താന്ന് വെച്ചാല് ആയത്തുകളില് നമ്മളിപ്പോ തുടങ്ങുന്ന ആയകളില് നമ്മളിപ്പോ എവിടെയെങ്കിലും ഒന്ന് വെച്ച് നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നല്ലോ. അപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ആയയില് എന്തുണ്ടാകുക? അവിശ്വാസികൾ, കപടവിശ്വാസികൾ, ശൈത്താൻ, നരകം തുടങ്ങിയ കാര്യങ്ങളിലോണ്ടാണ് ആയ തുടങ്ങുന്നതെങ്കിൽ നമ്മൾ അവിടെ ബിസ്മി പാരായണം ചെയ്യണം എന്നില്ല എന്നാ പറയുന്നത്. ചെയ്യാതിരിക്കുകയാണ് ഉത്തമം. ഇതിന് ഒരു പിന്നെ ഭയങ്കരമായൊരു റൂളൊന്നുമല്ല, പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. ഉത്തമമായത് എന്താണ്? നമുക്കവിടെ ബിസ്മി ചെല്ലാതിരിക്കലാണ് ഉത്തമം. ഒരു ഉദാഹരണത്തിൽ പറഞ്ഞത് വഖാലു ഇത്തഖദല്ലാഹു വലദ എന്ന് പറഞ്ഞാല് അവര് പറയുന്നു അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ അത് ഒരു ആയ പറയുന്ന സമയത്ത് അല്ലെ, അള്ളാഹുവിന് അത്ര ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണത് പറഞ്ഞത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, ബിസ്മി നമ്മൾ ഓതണമെന്നില്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ പറ്റി പറയാ, സത്യവിശ്വാസികളെ പറ്റി പറയാ, സ്വർഗത്തെ പറ്റി പറയാ, അങ്ങനെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഓപ്ഷൻ ഉണ്ട്? നമുക്കത് ഓതുന്നത് നല്ലതാണ്. അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞത് ലില്ലാഹി മർജിഉക്കും ജമീഅ. അപ്പൊ നമ്മളെല്ലാവരും അള്ളാഹുലേക്ക് തിരിച്ചു കൊണ്ടുപോകപ്പെടും അല്ലെ, തിരിച്ചു കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയുള്ള ആയകൾ ഓതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ബിസ്മി നമുക്ക് അങ്ങനെ തീരുമാനം. ഇനിയിപ്പോ നമ്മള് ഓതി നെല്ലി ഭയങ്കര കുറ്റ അങ്ങനൊന്നുമല്ല, എന്താണ് ഉത്തമം, ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. അപ്പൊ രണ്ടും മനസ്സിലായില്ലേ? ഇസ്തിആദ ബസ്മലയുടെ റൂള് മനസ്സിലായല്ലോ? ഒന്ന് പറഞ്ഞേ ആരെങ്കിലും ഒന്ന്. നല്ല കാര്യങ്ങൾ ഖുർആനിലെ നല്ല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോ നമ്മൾ നിർത്തിയതിന് ശേഷം എടുത്തോതുമ്പോ
അവിടെ ഉം, ബിസ്മില്ല പറയാം. ഇപ്പം സ്വർഗത്തെ കുറിച്ച് ഓതുമ്പോൾ ഉം, ഉം, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ഓതുമ്പോഴൊക്കെ എങ്ങനെ എടുത്ത് ഓതാം. അല്ല ഷെയ്ത്താനെ കുറിച്ചും നരകത്തെ കുറിച്ചും അതുപോലെ കാഫിരീങ്ങളെ കുറിച്ചൊക്കെ വരുന്ന ആയത്തുകളാണെങ്കിൽ നമ്മൾ നിർത്തിയതിന് ശേഷം എടുത്ത് ഓതുമ്പോൾ ബിസ്മില്ല ഉം. ഓതണമെന്നില്ല. യെസ്, അൽഹംദുലില്ലാ. പിന്നെ പറയട്ടെ. പറഞ്ഞു. പിന്നെ ഇസ്തിആദ എന്ന് പറയണത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, പിശാചിന്റെ ശല്യത്തിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ബസ്മല എന്ന് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു. പിന്നെ നമ്മൾ സൂറത്ത് പാരായണം ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ എവിടെ നിർത്തിയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ തുടർന്ന് ബിസ്മി പറഞ്ഞു വേണം അത് തുടങ്ങാൻ. അല്ല, ബിസ്മി അല്ല, അപ്പൊ നമ്മള് ഇസ്തിയാദ. ഇസ്തിയാദാണ് അതിന് എല്ലാ സമയത്തും നിർബന്ധം. ഇസ്തിആദയാണ്. അത് തുമ്മുമ്പോ മാറിപ്പോയത്. തുമ്മുമ്പോള് പറയണ്ട. അതെന്താ വെച്ചാല് അത് ബിസ്മി അവിടെ അല്ല, തുമ്മുമ്പോലെ ബിസ്മിയല്ലേ പറയണ്ടെന്ന് ടീച്ചർ പറഞ്ഞത്. അല്ലല്ല, ഇസ്തിയാദനെ പറ്റിയാണ് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഓതുന്ന സമയത്ത് നിർബന്ധമായും ചെല്ലേണ്ടത് ഇസ്തിയാദയാണ്. ഓക്കെ, ബിസ്മി ഓപ്ഷണലാണ്. അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ബിസ്മി സൂറ സ്റ്റാർട്ടിങ്ങില് ബിസ്മി നമ്മൾ ഓതും. അത് ഖുർആനിൽ തന്നെ ഉണ്ട്, ബിസ്മി ഉണ്ട്. ഓക്കെ, പക്ഷെ ഇസ്തിയാദ ഓതുന്ന കാര്യത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. എപ്പോഴ് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ ഖുർആൻ പഠിക്കുന്ന സമയത്ത് കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, ഓതിയിട്ട് കറക്ഷൻ വാങ്ങുമ്പോ അതില് ഒന്നാമത് ഓതുന്ന ആള് ഉറക്കെ ഓതിയാ മതി എന്നാ, ബാക്കിയുള്ളവരൊക്കെ സൈലന്റ് ആയിട്ട് ഓതിയാ മതി എന്നുള്ളതാണ് ഇസ്തിയാദ. പിന്നെ അവിശ്വാസികളെ കുറിച്ച്, കപട വിശ്വാസികളെ കുറിച്ച്, മുനാഫികളെ കുറിച്ചൊക്കെ ആയത്ത് വരുമ്പോൾ നമ്മൾ ബിസ്മി ഓതണ്ട, ബിസ്മി ഓതണ്ട. അവിടെ പറയുന്നത് ബിസ്മിയെ പറ്റിയാണ്. ആ രണ്ട് കാര്യത്തിലും പറയുന്നത് ബിസ്മി ഓതണോ വേണ്ടേ എന്നുള്ളതാണ്. ഓക്കെ, ഇസ്തിയാദയെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ സ്ഥലത്തും നിർബന്ധമാണ്. എവിടെ എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമ്മളത് ഓതിയിരിക്കണം. പിന്നെ നല്ല കാര്യങ്ങൾ പറയുമെങ്കിൽ ബിസ്മി പറയണം. അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് വരണമെങ്കിൽ അവിടെ നമ്മൾ ബിസ്മി പറയണം, പറഞ്ഞിട്ടേ ഓതാവും. അങ്ങനല്ല, നിർബന്ധ നിയമല്ല കേട്ടോ അത്. ഉത്തമം, കൂടുതൽ നല്ലത് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ എത്രയും മതി ഇന്നല്ലേ, ഒരുപാട് ലോഡാണ്ട, നമുക്ക് സ്ലോ ആയിട്ട് എങ്ങനെ പോകും. അത്ര പോരെ സുമേടിച്ചത്? ഓക്കെ ടീച്ചറെ. പിന്നെ ഇതില് പറയുമ്പോ നമ്മള് ബിസ്മി എടുത്ത് ഓതുമ്പോ, നിർത്തിയതിനു ശേഷം എടുത്ത് ഓതുമ്പോ ആ ആയത്ത് അത് നല്ലതാണോ എന്നുള്ളത് നമുക്ക് ഒന്ന് രണ്ട് എല്ലാ ഇപ്പം മീനിങ്ങുകൾ നമുക്ക് അറിയണമെന്നില്ലല്ലോ ടീച്ചറെ. നമുക്ക് കുറച്ച് വേർഡുകൾ, ഇപ്പൊ ജന്നത്ത് എന്ന് പറഞ്ഞ് സ്വർഗമാണെന്നറിയാം. അള്ളാഹുവിനെ കുറിച്ച് ഇപ്പൊ നല്ല വാക്കുകളൊക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയാമെന്നല്ലാതെ അതിലെ തഫ്സീർ എന്നാണ് നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ച് അവൻ തോതി പോകുന്നതാണ് നല്ലതല്ലേ ടീച്ചറെ? നിർത്തിയതിനു ശേഷം എടുത്തോതുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാത്തിനെയും തഫ്സീർ അറിയില്ല. ആ സെന്റൻസിലെ മീനിങ് എന്നാണ് നമുക്ക് എല്ലാം അറിയില്ല. ചിലപ്പോ അത് നല്ലതാണോ, നമുക്ക് കുറച്ച് വേർഡുകൾ മാത്രമല്ലേ അറിയൂ, മുഴുവൻ അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് അപ്പൊ എല്ലാത്തിലും ബിസ്മി അങ്ങ് ഓതാതെ അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് ഇസ്തിആദ ഓതി പോകുന്നതായിരിക്കും നമുക്ക് ആ തഫ്സീർ ശരിക്കും അറിയുന്നത് വരെ നല്ലതായിരിക്കുന്നത്, അല്ലേ ടീച്ചറെ? അല്ല, എങ്ങനാന്ന് വെച്ചാല് ഇതൊരു കുറ്റകരമായ മിസ്റ്റേക്ക് എന്നുള്ളതല്ല, കൂടുതൽ പുണ്യം എന്നുള്ള നിലക്കാണ് നമ്മൾ ഇത് പഠിക്കുന്നത്, ഈ കാര്യം കേട്ടോ. അതാണ് ഇപ്പൊ നമ്മളെ കൂടെ ഓതിപ്പോയി എന്ന് വെച്ച് നമ്മള് തെറ്റുകാരല്ല. പക്ഷെ മേലെ പറഞ്ഞ പിന്നെ ലഹനില്ല, മിസ്റ്റേക്ക് സംഭവിക്കുന്നത്, അത് മിസ്റ്റേക്കാണ്. ഓക്കെ, ഇത് നമുക്ക് കൂടുതൽ പുണ്യകരം ഏതെന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരാണ്. ഇസ്തിആദ നിർബന്ധാക്കിയത് ആ ഒരു സൂറയുടെ ആയയുടെ അടിസ്ഥാനത്തിലാണ്, നിർബന്ധമാണെന്നുള്ളത് വന്നത്. ഓക്കെ, നമുക്ക് ദുആ ചെയ്യാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് ഇലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.